സോജൻ അർജുനെ വിളിച്ചു നോക്കിയെങ്കിലും നോ റിപ്ലൈ. അത് ആവർത്തിച്ചപ്പോൾ അവൻ അർജുനെ കാണാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി. അർജുൻ ക്ലാസ്സിലായിരുന്നു. പിറ്റേന്ന് ജ്വാലയുമായുള്ള വീഡിയോ കോളിനെ പറ്റി ആലോചിച്ചിരിക്കുകയായിരുന്നു അവൻ. അപ്പോഴാണ് ഒരു ക്ലാസ്മേറ്റ് വന്ന് പറഞ്ഞത്, ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്നും നിന്നെ തിരക്കുന്നെന്നും. ഉച്ചസമയം ആയതിനാൽ അർജുൻ മാത്രമേ ക്ലാസ്സിലുള്ളൂ. മറ്റുള്ളവരൊക്കെ കറങ്ങാൻ പോയതാണ്. അർജുൻ പതുക്കെ തൻ്റെ ബാഗുമെടുത്ത് പിൻഗേറ്റിലൂടെ പുറത്തിറങ്ങി ഹോസ്റ്റലിലേക്ക് നടന്നു. അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ. സോജൻ കുറേ നേരം കാത്തു നിന്നെങ്കിലും അർജുൻ വന്നില്ല. സോജൻ വേറെ ഒരാളോട് കാര്യം പറഞ്ഞു വിട്ടു. അവൻ ക്ലാസ്സിൽ പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു അർജുൻ ബാഗുമെടുത്ത് പോയെന്ന്. സോജൻ നേരെ ഹോസ്റ്റലിലേക്ക് പോയി. അവിടെ നിന്നും അർജുൻ മുങ്ങിയിരുന്നു. സോജനാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അർജുനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് അവൻ തീരുമാനിച്ചു. അവൻ ഹോസ്റ്റലിൻ്റെ ഗേറ്റിൽ പെട്ടെന്ന് കാണാത്ത വിധം മറഞ്ഞു നിന്നു. അർജുൻ 4 മണിയോടെ ഹോസ്റ്റലിൻ്റെ ഗേറ്റിലെത്തി. ആ നിമിഷം തന്നെ സോജൻ അവനെ പിടികൂടി. അർജുൻ കുതറിയെങ്കിലും സോജൻ അവൻ്റെ കാലിനെ വിലങ്ങിട്ടു. അർജുൻ മുട്ടുകുത്തിപ്പോയി. സോജൻ അവൻ്റെ കോളറിൽ പിടിച്ചു നിർത്തി. അർജുൻ കുറച്ചു നേരം അടങ്ങി നിന്നു. സോറിടാ, സോജൻ പറഞ്ഞു. അർജുൻ ഒന്നും മിണ്ടിയില്ല. നിന്നെ ഒന്ന് കളിപ്പിക്കണമെന്നേ കരുതിയുള്ളൂ, പക്ഷേ അത് നിനക്ക് ഫീലാവുമെന്ന് കരുതിയില്ല. സോറി, റിയലി സോറി, സോജൻ അർജുനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ തങ്ങൾ എല്ലാവരും ജ്വാലയുടെ വീട്ടിൽ പോയത് മുതൽ തിരിച്ചു വന്നതുവരെയുള്ള കാര്യങ്ങൾ അർജുനോട് തുറന്നു പറഞ്ഞു. അർജുൻ ഒന്നും മിണ്ടിയില്ല. എല്ലാം താൻ അറിഞ്ഞ കാര്യമാണല്ലോ. സോജൻ അർജുൻ്റെ മേലുള്ള പിടി വിട്ടു. അർജുൻ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. പിന്നെ ഹോസ്റ്റലിലേക്ക് നടന്നു. സോജൻ നിരാശയോടെ തല താഴ്ത്തി. ഏതു സമയത്താ അങ്ങനെ ചെയ്യാൻ തോന്നിയത്? അവൻ സ്വയം ശപിച്ചു. പിന്നെ തിരിഞ്ഞു നടന്നു. സോജൻ നേരെ അർജുൻ്റെ വീട്ടിലേക്കാണ് പോയത്. സഞ്ജയിനോടും സിന്ദൂരയോടും വിവരങ്ങളെല്ലാം പറഞ്ഞു. ഇനി അവനെ കാണണ്ട, വിളിക്കുകയും ചെയ്യരുത്. അവൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അവന് നമ്മളെ വിളിക്കാതെയും കാണാതെയും ഇരുന്നാൽ സമാധാനം കിട്ടുമെങ്കിൽ അതായിക്കോട്ടെ, സഞ്ജയ് പറഞ്ഞു. തലേന്ന് അർജുൻ തന്നെ വീഡിയോ കോൾ വിളിച്ച കാര്യം സിന്ദൂര പറഞ്ഞു. അപ്പോൾ നിന്നോട് അവന് ദേഷ്യമൊന്നുമില്ല അല്ലേ? നല്ല കാര്യം, സഞ്ജയ് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. അയാൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഒരു തമാശയ്ക്ക് ചെയ്തതാണ്. അവനോട് ഉള്ള കാര്യം ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പോയ ബുദ്ധി തിരിച്ചു കിട്ടില്ലല്ലോ. ഇതാ പറയുന്നത്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണമെന്ന്. അർജുൻ മമ്മിക്ക് വിളിച്ച കാര്യം ആനന്ദും ശില്പയും അറിഞ്ഞു. ഞായറാഴ്ച രാവിലെ മുതൽ ജ്വാലയ്ക്ക് വലിയ വെപ്രാളമായിരുന്നു. ഇന്ന് രാത്രിയാണ് അർജുൻ വിളിക്കുമെന്ന് പറഞ്ഞത്. അതും വീഡിയോ കോൾ. ആരെങ്കിലും അറിഞ്ഞാൽ, കണ്ടാൽ തൻ്റെ കാര്യം പോക്ക. ഫോൺ എടുക്കാതെ എങ്ങോട്ടെങ്കിലും പോയാലോന്ന് പോലും ഒരു നിമിഷം അവൾക്ക് തോന്നി. ഫോൺ ഓഫ് ചെയ്ത് വെച്ചാലോ, അതോ കോൾ എടുക്കണോ? അവൾക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. അർജുൻ രാത്രിയാവാൻ അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. അവൻ ഇടയ്ക്കിടെ സമയം നോക്കിക്കൊണ്ടിരുന്നു. സമയം ഒച്ചിഴിയുന്നത് പോലെയാണെന്ന് അവന് തോന്നി. വാച്ചിലെ സൂചി തിരിച്ചു വയ്ക്കാൻ പോലും അവന് തോന്നിപ്പോയി. 8 മണിയായപ്പോൾ തന്നെ അവൻ ഫുഡ് കഴിച്ചു വന്നു. പിന്നെയാണ് കുളിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. പിന്നെ വേഗം കുളിച്ച് വന്നു ഡ്രസ്സ് മാറ്റി വന്നു. ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചു. പില്ലോ കവറും മാറ്റി. അവൾക്ക് തന്നിൽ ഒരു മുഷിച്ചിൽ തോന്നരുത്, ഇംപ്രസ് തോന്നുകയും വേണം. അപ്പോഴേക്കും 9:30 അവൻ മിനിറ്റ് വെച്ച് സമയം നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ക്ഷമ കെട്ടിരുന്നു. അവസാനം 10 മണിയായി. അവൻ ചാടി ഫോൺ എടുത്തു. ധൃതിയിൽ നെറ്റ് ഓൺ ചെയ്തു. ജ്വാലയ്ക്ക് വീഡിയോ കോൾ വിളിച്ചു കാത്തിരുന്നു. ഓരോ റിങ്ങിലും അവൻ്റെ ചങ്ക് ഇടിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ കോൾ കണക്റ്റ് ആയപ്പോൾ അവൻ ആശ്വാസപൂർവ്വം ബെഡിലേക്ക് വീണു. ഒന്ന് കറങ്ങി തിരിഞ്ഞു കമിഴ്ന്നു കിടന്നു. ഫോൺ കിടക്കയിൽ നിന്നും ചുമരിലേക്ക് ചാരി വെച്ചു. പിന്നെ കൈമുട്ട് കിടക്കയിലൂന്നി 2 കൈയും താടിക്ക് വെച്ച് ജ്വാലയെ നോക്കി കൊണ്ടിരുന്നു. അവൻ്റെ നോട്ടം കണ്ട് ജ്വാലയ്ക്ക് ചമ്മലുണ്ടായിരുന്നു. അവനാണെങ്കിൽ കഴുത്തിറക്കമുള്ള സ്ലീവ്ലെസ് ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അവൻ കമിഴ്ന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഡ്രസ്സ് ഇട്ടതും ഇടാത്തതും ഒക്കെ കണക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ജ്വാല ചമ്മലോടെ നോട്ടം മാറ്റി. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ മുഖത്തേക്ക്. അർജുൻ്റെ ഗാംഭീര്യമുള്ള സ്വരം മുഴങ്ങി. പതുക്കെ അവൾ ചുണ്ടിൽ വിരൽ വെച്ചു.
കൊണ്ട് വാതിലിൻ്റെ ഭാഗത്തേക്ക് നോക്കി. പിന്നെ ഫോണിൻ്റെ വോളിയം കുറച്ചു വെച്ചു. അവളുടെ വെപ്രാളം കണ്ട് അർജുൻ ഭംഗിയായി ഒന്ന് ചിരിച്ചു. "ഈ ഡ്രസ്സ് ഒന്ന് മാറ്റിക്കൂടെ?" അവൾ ചോദിച്ചു. "വാട്ട് ഈസ് റോങ് വിത്ത് ദിസ്?" അവൻ നെറ്റിച്ചുളിച്ചുകൊണ്ട് സ്വയം ഒന്ന് നോക്കി. അർജുൻ പൊട്ടിച്ചിരിച്ചു. ജാനകി ശുണ്ഠി വന്നു. "അതെ, ഞാൻ നിൽക്കുന്നത് കേരളത്തിലാ. ഇവിടെ ഒരു സംസ്കാരമുണ്ട്, അതറിയോ?" അവൾ തിരക്കി. "ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഡൽഹിയിലാ. ഇവിടെ ഇതൊക്കെ സാധാരണയാ," അവൻ കുസൃതിയോടെ പറഞ്ഞു. "അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഫോൺ കട്ടാക്കും," ജ്വാല പറഞ്ഞു. "നോ ഡാർലിംഗ്, ഞാനിപ്പോൾ ഡ്രസ്സ് മാറ്റി വരാം," പറഞ്ഞുകൊണ്ട് തന്നെ അവൻ ഇടത്തെ കൈകൊണ്ട് ടീഷർട്ട് തലയിലൂടെ വലിച്ചൂരി എറിഞ്ഞു. വലത്തെ കൈകൊണ്ട് അലമാര തുറന്ന് ഒരു ഷർട്ട് എടുത്തിട്ടു. ഇതെല്ലാം ജ്വാല കാണുന്നുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് കണ്ണുകളടച്ചു. ബട്ടൺ ഇട്ടുകൊണ്ട് പിന്നെയും കിടക്കയിൽ വന്നു കമിഴ്ന്നു കിടന്നു. ഷർട്ട് ഇട്ടു വന്ന അവൻ കാണുന്നത് കണ്ണ് പൊത്തിപ്പിടിച്ചിരിക്കുന്ന ജ്വാലയെയാണ്. അതു കണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു. "ഓപ്പൺ യുവർ ഐസ്, എല്ലാം ഓക്കെയാണ്," അവൻ പറഞ്ഞു. ജ്വാല ചമ്മലോടെ കണ്ണു തുറന്നു. "ഇപ്പോൾ ഓക്കെ. മാരേജ് കഴിഞ്ഞാലും ഇത് ആവർത്തിക്കരുത്, ഓക്കെ?" അവൻ തമാശയോടെ പറഞ്ഞു. "അതപ്പോഴല്ലേ, അപ്പോൾ നോക്കാം. ഇപ്പോൾ ഇങ്ങനെ മതി," അവൾ പറഞ്ഞു. അർജുൻ അവളുടെ പഠിപ്പിനെ പറ്റിയും അവളുടെ അംബിഷനെ പറ്റിയും ഒക്കെ ചോദിച്ചു. അവൾ അതിനെല്ലാം ഉത്തരം പറഞ്ഞു. അച്ഛന് തന്നെ ഒരു ലോയർ ആക്കാനാണ് താല്പര്യമെന്നും തനിക്കത് ഇഷ്ടമല്ലെന്നും അവൾ കൂട്ടിച്ചേർത്തു. "എന്നാ IASോ IPSോ എടുത്തോ, ഞാൻ സഹായിക്കാം," അർജുൻ പറഞ്ഞു. "IPS എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ അച്ഛൻ..." അവൾ പറഞ്ഞു. "ആർ യു സ്കാർഡ് ഓഫ് യുവർ ഡാഡ്?" "അച്ഛനെ എന്തിനായി ഇങ്ങനെ പേടിക്കുന്നത്?" അവൻ ചോദിച്ചു. "അച്ഛൻ മേജറായിരുന്നു. ആ പട്ടാളച്ചിട്ടയിലാ ഞങ്ങളെ വളർത്തിയത്," അവൾ പറഞ്ഞു. "വെരി സാഡ്. എൻ്റെ ബാബ വളരെ ഫ്രണ്ട്ലിയാണ്, റൂഡ് ബിഹേവിയർ അല്ല. പിന്നെ ഇപ്പോൾ വീട്ടിൽ നടക്കുന്ന കാര്യം അവൻ തുറന്നു പറഞ്ഞു. അവനെ ഒന്നും അറിയിക്കാതെ നടന്നതും ഇപ്പോൾ താൻ പിണങ്ങിയതും എല്ലാം അവൻ ജ്വാലയെ അറിയിച്ചു. അത് ജ്വാല എതിർത്തു. ഇത്രയും ഫ്രണ്ട്ലി പേരൻസിനെ കിട്ടിയിട്ടും അവരെ വിഷമിപ്പിക്കുന്നതിനോട് ജ്വാല അനുകൂലിച്ചില്ല. ഇന്ന് കഴിയുമെങ്കിൽ അവരെ വിളിച്ച് പിണക്കം തീർക്കണം, അല്ലെങ്കിൽ നാളെ. ഓക്കെ ആണോ?" ജ്വാല ചോദിച്ചു. "ഓക്കെ ആണ്. എൻ്റെ പ്രിൻസസ് എന്നോട് ആദ്യമായി ഒരു കാര്യം പറഞ്ഞതല്ലേ, നടത്തിക്കളയാം. ഇന്ന് സമയമില്ല, എല്ലാവരും കിടന്നിട്ടുണ്ടാവും. നാളെ രാവിലെ തന്നെ വിളിച്ച് സർപ്രൈസ് കൊടുക്കാം." അർജുൻ സമ്മതിച്ചു. സമയം പോയത് അവരറിഞ്ഞതേയില്ല. കൃത്യം 11 മണിക്ക് ജ്വാല ഗുഡ് നൈറ്റ് പറഞ്ഞു കൊണ്ട് കോൾ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ അർജുൻ തിരിച്ചു വിളിച്ചു. "ഇതെന്തൊരു പോക്കാ, ശരിക്കും ഒരു ഗുഡ് നൈറ്റ് പറയാൻ പോലും കഴിഞ്ഞില്ല," അർജുൻ പരിഭവിച്ചു. "എന്നാ പറഞ്ഞോ." "എന്ത്?" അർജുൻ ചോദിച്ചു. "ഗുഡ് നൈറ്റ്," ജ്വാല പറഞ്ഞു. "നിനക്കെന്താ ഇത്ര തിരക്ക്?" അർജുൻ ചോദിച്ചു. "എനിക്ക് ഉറങ്ങണം, നാളെ കോളേജിൽ പോകണം." അവൾ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിലും കരാട്ടെ സൺഡേ ക്ലാസ് കഴിഞ്ഞു അവൾ ആകെ ക്ഷീണിച്ചിരുന്നു. യഥാർത്ഥ കാരണം അതാണെന്ന് അവൾ പറഞ്ഞില്ല. "എന്നാ ഉറങ്ങിക്കോ, പക്ഷേ ഇനി അടുത്ത ഞായറാഴ്ചയല്ലേ കാണാൻ കഴിയൂ, അതോർക്കുമ്പോഴാ ഒരു സങ്കടം." "സാരമില്ല. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, മൈ ഡിയർ ക്യൂട്ട് പ്രിൻസസ്," അർജുൻ വിഷ് ചെയ്തു. "ഓക്കെ, സെയിം ടു യു," ജ്വാല കോൾ കട്ട് ചെയ്തു. അർജുൻ കുറേ നേരം കൂടി അവളെപ്പറ്റി ഓർത്ത് കിടന്നു. റൂഡായ അച്ഛൻ്റെ കീഴിലെ വളർച്ച വല്ലാത്ത ഒരു അനുഭവമായിരിക്കുമെന്ന് അവന് തോന്നി.